പല്ലിശ്ശേരി ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മമ്മൂക്ക 14 മദ്രാസിൽ ചെന്നുപെട്ട് ശങ്കറിൻ്റെ കട്ടൗട്ടുകൾ കണ്ട് മമ്മൂട്ടി അന്തിച്ചു നിന്നു. തനിക്കും ഇതുപോലെ സംഭവിക്കുമോ? തൻ്റെ കട്ടൗട്ടിലേക്ക് നോക്കി പ്രേക്ഷകരും ആരാധകരും ദേ മമ്മൂട്ടി എന്ന് പറയുമോ എന്നൊക്കെ മമ്മൂട്ടി ചിന്തിച്ചു. എങ്ങനെ സംഭവിച്ചാലും തനിക്ക് ഈ രംഗത്ത് നല്ലൊരു ഭാവി ഉണ്ടാവണമെന്നാണ് മമ്മൂട്ടിയുടെ ആഗ്രഹം. മദ്രാസ് നഗരം മമ്മൂട്ടി ഏറെ മോഹിപ്പിച്ചു. നല്ല കാഴ്ചകൾ, തിരക്കുള്ള നഗരം, എവിടെയും മലയാളികളുടെ കൊച്ചു ചായക്കടകൾ, ആ കൊച്ചു ചായക്കടകളിൽ നിന്ന് കൊച്ചു ഗ്ലാസുകളിൽ ലഭിക്കുന്ന ചൂടുള്ള ചായ, പിന്നെ നല്ല ഭക്ഷണം, ഇതൊക്കെ നല്ല മോഹമായിരുന്നു. തനിച്ച് ആ വഴികളിലൂടെ നടക്കാൻ മമ്മൂട്ടി ആഗ്രഹിച്ചു. തനിച്ച് നടന്ന് വലിയ കെട്ടിടങ്ങൾ കണ്ട്, ആളുകളെ കണ്ട്, സൈക്കിളിൽ പായുന്ന, ബൈക്കിൽ പായുന്ന, കാറിൽ പായുന്ന ജനങ്ങളെ കണ്ട് നടക്കാൻ കൊതി തോന്നി. പക്ഷെ തനിച്ച് നടന്നാൽ വഴി തെറ്റില്ലേ? വഴി തെറ്റിയാൽ ചോദിക്കേണ്ടത് തമിഴിലാണ്. മമ്മൂട്ടിക്കാണെങ്കിൽ തമിഴും അറിയില്ല. അതുകൊണ്ട് അറിയാവുന്ന വഴികളിൽ കൂടി മാത്രമാണ് സഞ്ചരിച്ചത്. വഴി തെറ്റി പോകരുത് എന്ന് ജീവിതത്തിലും ആഗ്രഹമുള്ള മമ്മൂട്ടി സൂക്ഷിച്ചാണ് ഹോട്ടലിൽ നിന്ന് സഞ്ചരിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ ഈ വിഷമം മനസ്സിലാക്കിയ ശ്രീനിവാസൻ ഒരു ഉപായം പറഞ്ഞു. നമുക്ക് മറ്റൊരു ഹോട്ടലിലേക്ക് താമസം മാറ്റാം. അവിടെയാകുമ്പോൾ പ്രശ്നങ്ങളില്ല, മലയാളികൾ ധാരാളമുണ്ട്, ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് എളുപ്പം പോകാം, മാത്രമല്ല എനിക്ക് വന്ന് താങ്കളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെ നുങ്കമ്പാക്കത്ത് രാജ് ഹോട്ടലിലേക്ക് താമസം മാറ്റുന്നു. നുങ്കമ്പാക്കത്തിനൊരു പ്രത്യേകതയുണ്ട്. നുങ്കമ്പാക്കത്ത് 2 ഹോട്ടലുകളിൽ മാസവാടകയ്ക്കാണ് മലയാളികൾ താമസിച്ചിരുന്നത്. മലയാളികൾ എന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെട്ടവർ. രാജ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ ആർക്കെ ലോഡ്ജ്. അപ്പോൾ ആർക്കെ ലോഡ്ജും രാജ് ഹോട്ടലും താമസിക്കാത്ത മലയാളത്തിലെ സിനിമാക്കാർ വളരെ കുറവായിരുന്നു. ആർക്കേലാണെങ്കിൽ മാസത്തിനുള്ള മുറിയാണ് കൂടുതൽ കൊടുത്തിരുന്നത്. അതിനടുത്താണ് പോലീസ് സ്റ്റേഷൻ. കുറച്ചുകൂടി നടന്നാൽ വേലു മിലിറ്ററി ഹോട്ടൽ അന്ന് വളരെ പ്രശസ്തമാണ്. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം, എപ്പോഴും തിരക്ക്. അത്യാവശ്യം 4-5 പേർക്ക് കഴിക്കാവുന്ന ഒരു പകർച്ച എന്ന് പറഞ്ഞ പോലെ വലിയൊരു കാരിയറിൽ ഒരു ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 പേർക്ക് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ വെറൈറ്റി ഫുഡ് കിട്ടും. ബ്രെയിൻ തന്നെ പല രീതിയിലാണ്. ആടിൻ്റെ ബ്രെയിൻ, ഫിഷിൻ്റെ ബ്രെയിൻ, അങ്ങനെ നിറയെ അതും കിട്ടും. അപ്പോൾ പണം കുറവായാൽ പോലും സുഖമായി ജീവിക്കാവുന്ന ഒരു പരിസരമായിരുന്നു നുങ്കമ്പാക്കത്തെ രാജ് ഹോട്ടലും അതിനടുത്തുള്ള വേലു മിലിറ്ററി ഹോട്ടലുമെല്ലാം. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ എളുപ്പമാണ്. അവിടെ അടുത്താണ് വള്ളുവർ കോട്ടം, വളരെ ഭംഗിയുള്ള വള്ളുവർ കോട്ടം. അപ്പം എല്ലാം കൊണ്ടും സന്തോഷം തോന്നിയ ഒരു ജീവിതമായിരുന്നു രാജ് ഹോട്ടലിലെ. അപ്പോൾ ആ രാജ് ഹോട്ടലിൽ മമ്മൂട്ടി ചെന്നപ്പോൾ ആൻ്റണി ഈസ്റ്റ്മാൻ അടക്കമുള്ളവരോട് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും, അവരൊക്കെ ഒഴിവ് സമയങ്ങളിൽ റമ്മി കളിച്ച് കാശുണ്ടാക്കി ആ കാശ് കൊടുത്ത് രാത്രി മദ്യം വാങ്ങി സുഖമായി കഴിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷകരമായ ജീവിതത്തിനിടയിലാണ് മേള പൂർത്തിയാക്കിയത്. മേള പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഇനി മമ്മൂട്ടി നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിൽ കാണാം. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സ്ഥലം വിട്ടോളൂ. അപ്പോൾ പ്രതിഫലമായി 2000 രൂപയാണ് മമ്മൂട്ടിക്ക് ആ മേളയിലെ അഭിനയത്തിന് തീരുമാനിച്ചിരുന്നത്. 500 രൂപ മുൻപ് കൈപ്പറ്റിയിരുന്നു. അതുകൊണ്ട് 1500 രൂപയുടെ ചെക്ക് ശ്രീനിവാസൻ മമ്മൂട്ടിയെ ഏൽപ്പിച്ചു. നാട്ടിലേക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോകും. അതിനിടയിലാണ് അറിഞ്ഞത് MT വാസുദേവൻ നായർ പുതിയ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ വേണ്ടി പാങ്ക്രൂ ഹോട്ടലിൽ താമസമുണ്ട്. തൻ്റെ ഗുരുനാഥൻ കൂടിയാണല്ലോ. അതുകൊണ്ട് മമ്മൂട്ടി MTയെ വിളിച്ചു. മമ്മൂട്ടി അവിടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ MTക്കും സന്തോഷം. ഇരുവരും കാണുന്നു. ഹരിഹരന് വേണ്ടിയാണ് പുതിയ സിനിമ എഴുതുന്നത്. വളർത്തുമൃഗങ്ങൾ എന്നാണ് സിനിമയുടെ പേര്.
MT കഥ പറഞ്ഞു. അതിൽ ഒരു മുതലാളിയുടെ മകൻ്റെ റോളുണ്ട്. നല്ല വില്ലൻ കഥാപാത്രമാണ്. അത് മമ്മൂട്ടിക്ക് ചേരും. മമ്മൂട്ടിക്ക് സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോൾ പാങ്കുവിലേക്ക് സംവിധായകൻ ഹരിഹരൻ വന്നു. ഹരിഹരനെ മമ്മൂട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. MT കുറേ കൂടി നല്ല രീതിയിലാണ് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തിയത്. ഹരിഹരനും മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വളർത്തുമൃഗങ്ങളിൽ വില്ലൻ റോള് തനിക്ക് ഉറപ്പാണെന്ന വിശ്വാസത്തിലാണ് മമ്മൂട്ടി കേരളത്തിലേക്ക് തിരിച്ചു പോയത്. തിരിച്ചു പോയെങ്കിലും ആ റോള് മമ്മൂട്ടിക്ക് ലഭിച്ചില്ല. ആ റോളിൽ അഭിനയിച്ചത് KP ഉമ്മറായിരുന്നു. ആ ആശ നഷ്ടപ്പെട്ടെങ്കിലും മമ്മൂട്ടി വ്യക്തമായൊരു തീരുമാനമെടുത്തു. സിനിമ വരുമ്പോൾ അഭിനയിക്കാം. അതുവരെ തനിക്കറിയാവുന്നൊരു ജോലിയുണ്ട്, വക്കീൽ പണി. അതും കുടുംബകാര്യങ്ങളുമായി എറണാകുളത്ത് തന്നെ സ്ഥിര താമസമാക്കാം. അങ്ങനെ കുടുംബജീവിതവും വക്കീൽ പണിയും എല്ലാം സുഖകരമായി കൊണ്ടു നടന്നു. മേള റിലീസ് ചെയ്യണം. മേള റിലീസ് ചെയ്താലേ ഇനി എന്തെങ്കിലും ഗുണമുണ്ടാവൂ. മേളയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ചും. പക്ഷെ അത് തിയേറ്ററിലെത്തണം, ഓടണം, പ്രേക്ഷകർ കാണണം, കൂടുതൽ നിർമ്മാതാക്കൾ വരണം, എന്നാലേ ഗുണമുണ്ടാവൂ. എന്തായാലും ഡേറ്റ് അടുത്തടുത്ത് വരുന്നു. ആ ഡേറ്റ് അടുത്ത് വന്നപ്പോഴാണ് ഒരു ദിവസം മമ്മൂട്ടിയുടെ ഭാര്യ സുലു പറഞ്ഞു, അറിഞ്ഞില്ലേ, ജയൻ അപകടത്തിൽ മരിച്ചു. അന്നത്തെ പോലെ TV-യോ മറ്റോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. റേഡിയോയിൽ വന്നൊരു വാർത്തയായിരുന്നു. അത് മമ്മൂട്ടിയെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കി. കാരണം ജയൻ്റെ ആ ആക്ഷൻ രംഗങ്ങൾ എല്ലാം മമ്മൂട്ടിയെ സ്വാധീനിച്ചിരുന്നു. ഒരു വലിയ നടൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അതും അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ മരണമടഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ സത്യമായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി, മേള റിലീസ് ചെയ്യാൻ തീരുമാനിച്ച ദിവസങ്ങളിലാണ് ജയൻ അഭിനയിച്ച പല സിനിമകളും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. ജയൻ്റെ അവസാനത്തെ സിനിമ എന്ന ടൈറ്റിലാണ് പലതിലുണ്ടായിരുന്നത്. ജയൻ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ആ സിനിമ കാണാൻ ഇരച്ചു കയറി. പകരം മമ്മൂട്ടിയുടെ മേളയ്ക്ക് അധികം ആൾക്കാർ കയറിയില്ല. അങ്ങനെ നല്ല സിനിമ എന്ന് പേരെടുത്ത മേള സാമ്പത്തിക നഷ്ടത്തിലാണ് കലാശിച്ചത്. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഗുണകരമായിരുന്നു. സിനിമ കണ്ടവരെല്ലാം, അതിൽ നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്, എഴുത്തുകാരുണ്ട്, മമ്മൂട്ടിയെ വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അതിൽ പ്രതാപോത്തൻ്റെ ചേട്ടൻ ഹരിപോത്തൻ അന്നത്തെ വമ്പൻ നിർമ്മാതാവാണെന്ന് ആലോചിക്കണം. മലയാള സിനിമയിലെ വമ്പൻ നിർമ്മാതാവ്. അദ്ദേഹത്തിന് വിളി വന്നപ്പോഴാണ് മമ്മൂട്ടി ഞെട്ടിയത്. അദ്ദേഹം പറഞ്ഞു, സൂപ്പറായിരിക്കുന്നു, നിങ്ങൾക്ക് ഈ രംഗത്ത് ശോഭനമായൊരു ഭാവി ഉണ്ട് എന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു പറഞ്ഞത്. ഹരിപോത്തൻ്റെ അഭിപ്രായം വളരെ മാന്യമായിരുന്നു. അത് ഏറെ സന്തോഷകരമായിരുന്നു. അതിൻ്റെ ചുവട് വെച്ച് അന്നത്തെ വലിയ കലാസംവിധായകനും പോസ്റ്റർ ഡിസൈനറുമായ കുര്യൻ വർണ്ണശാല തൻ്റെ പുതിയ സിനിമയിലേക്ക് മമ്മൂട്ടിയെ അഭിനയിക്കാൻ വിളിച്ചു. ഷൊർണൂരായിരുന്നു ഷൂട്ടിംഗ്. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ആ സിനിമയുമായി ബന്ധപ്പെട്ട് വിതരണമെടുക്കാൻ വേണ്ടി ഇന്നത്തെ വലിയ നിർമ്മാതാക്കളായ ജോയ് തോമസും സെഞ്ചുറി കൊച്ചുമോനും വന്നിരുന്നു. അവരും മമ്മൂട്ടിയെ കണ്ടു. മമ്മൂട്ടിയുടെ പുതിയ സിനിമയിലെ അഭിനയത്തെ പ്രകീർത്തിച്ചു. അങ്ങനെ അന്തിച്ചുവപ്പ് എന്ന പേരിൽ കുര്യൻ വർണ്ണശാലയുടെ സിനിമ പൂർത്തിയായെങ്കിലും പിന്നെയും ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. സിനിമ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ തന്നെ മമ്മൂട്ടി പ്രശസ്തനായി കഴിഞ്ഞിരുന്നു. എന്തായാലും തനിക്ക് ഈ രംഗത്ത് നല്ലൊരു ഭാവിയുണ്ട് എന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കുറച്ച് പേര് മമ്മൂട്ടിയോട് പറഞ്ഞു, പുതിയ സിനിമ തുടങ്ങാൻ പോകുന്നു ഇവിടെ. PG വിശ്വംഭരനാണ് സംവിധായകൻ.
സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് 1 ജയൻ, 2 ഷീല, 3 ബാബു. ഈ 3 പേര് ചേർന്നാണ് സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്. ജയന്റെ മരണത്തോടെ ആ പരിപാടി നിർത്തിവെക്കാൻ പോകുന്നു എന്ന് കേട്ടു. പക്ഷെ അവർ വീണ്ടും തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സിനിമ തുടങ്ങിയിരുന്നെങ്കിൽ നായകൻ ജയനും പിന്നീട് സുകുമാരനും രതീഷും, അങ്ങനെ 3 പേരെയാണ് ആ സിനിമയിലേക്ക് തീരുമാനിച്ചിരുന്നത്. സ്ഫോടനം എന്നാണ് സിനിമയുടെ പേര്. ജയൻ ഇല്ലാതായപ്പോൾ ഈ പ്രോജക്റ്റ് ഇല്ലാതാകുമെന്ന് വിചാരിച്ചെങ്കിലും ആ പ്രോജക്റ്റിൽ മിനിമം ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് അത് തുടരാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മമ്മൂട്ടിക്ക് ആ സിനിമയിലൊരു നറുക്ക് വീണു. സീമയെ പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ റോള്. അങ്ങനെ സമ്മതിച്ച് അതിൻ്റെ പ്രതിഫലവും തീരുമാനിച്ചു. മമ്മൂട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പക്ഷെ അന്ന് രതീഷ് കത്തി നിൽക്കുന്ന സമയമാണ്. രതീഷ് അന്ന് IV ശശിയുടെ തുഷാരം സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയി. കാരണം ആ സിനിമയിൽ ജയനായിരുന്നു നായകൻ. ജയൻ്റെ മരണശേഷം പിന്നെ ആര് എന്ന ചോദ്യത്തിന് രതീഷിനെയാണ് അഭിനയിക്കാൻ വിളിച്ചത്. അപ്പം രതീഷ് പോയി ജയൻ്റെ റോളിൽ സുകുമാരനും, സുകുമാരൻ്റെ റോളിൽ രതീഷും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് സ്ഫോടനം തുടങ്ങാൻ തീരുമാനിച്ചത്. ഡേറ്റ് എല്ലാം തീരുമാനിച്ച് അടുക്കാറായപ്പോൾ മമ്മൂട്ടിയെ PG വിശ്വംഭരൻ വിളിക്കുന്നു. പറയുന്നു, നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം രതീഷ് അഭിനയിക്കേണ്ടിയിരുന്ന റോളിലാണ് നിങ്ങൾ ഇനി അഭിനയിക്കേണ്ടത്. രതീഷിന് തുഷാരത്ത് നിന്ന് വരാൻ പറ്റില്ല. അവിടെ തിരക്കുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കാണ് പ്രൊമോഷൻ ലഭിച്ചിരുന്നത്. ശരിക്കും ഒരു ലോട്ടറി അടിച്ച ഭാഗ്യമായിരുന്നു മമ്മൂട്ടിക്ക്. അങ്ങനെ നല്ല ഉപനായകൻ്റെ റോള് മമ്മൂട്ടിക്ക് അതിൽ കിട്ടി എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ സിനിമയ്ക്ക് വേറെയും ചില പ്രത്യേകതകളുണ്ടായിരുന്നു. സംവിധായകൻ PG വിശ്വംഭരൻ വിളിച്ച്, അത് തിരക്കുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വൻ വിജയമായിരുന്നു. നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്ന സംവിധായകൻ എന്നുള്ള പേരുകൂടി PG വിശ്വംഭരൻ ഉണ്ടായിരുന്നു. ഇത്തിരി ദേഷ്യത്തിൽ സംസാരിച്ചാലും ഉള്ളു നിറയെ സ്നേഹമുള്ള ഒരു സംവിധായകൻ. മമ്മൂട്ടിയോട് പറഞ്ഞു, തൻ്റെ പേര് മാറ്റി തരും, മമ്മൂട്ടി ഒന്നും ഈ സിനിമയ്ക്ക് പേരിടാൻ പറ്റില്ല. മമ്മൂട്ടി പറഞ്ഞു, എൻ്റെ പേര് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, റോള് മാത്രം കുറയ്ക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ പേര് മാറ്റാൻ തീരുമാനിച്ചു. സജിൻ എന്നുള്ള പേരാണ് കൊടുത്തത്. മമ്മൂട്ടി എന്നുള്ള മനോഹരമായ പേരുള്ളപ്പോൾ സജി എന്നുള്ള പേര്. സജിൻ എന്നുള്ള പേരിൽ ജാതിയും മതവും തിരിച്ചറിയില്ല എന്നാണ് വിശ്വംഭരൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ സിനിമാ ലോകത്ത് എന്ത് ജാതി എന്ത് മതം. തൻ്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പേടിക്കേണ്ട മമ്മൂട്ടി, സിനിമ റിലീസ് ചെയ്യാറാവുമ്പോൾ പത്രക്കാർ തന്നെ സമീപിക്കും. അപ്പോൾ താൻ പറഞ്ഞാൽ മതി, എൻ്റെ പേര് മമ്മൂട്ടി തന്നെയാണ്, സജിനൊന്നും അല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മമ്മൂട്ടി അഭിനയം തുടങ്ങിയത്. സ്റ്റണ്ട് രംഗങ്ങളിൽ ഡൂപ്പിനെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സുകുമാരന് ഡൂപ്പുണ്ടായിരുന്നു, മമ്മൂട്ടിക്കും സ്റ്റണ്ട് രംഗമുണ്ട്. അപ്പോൾ മമ്മൂട്ടി വിചാരിച്ചു തനിക്കും ഡൂപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് മേലനങ്ങാതെ അഭിനയിച്ചാൽ മതി. വിശ്വംഭരൻ വിളിച്ചു പറഞ്ഞു, മമ്മൂട്ടി താൻ ചാടുന്ന സീനാണ് എടുക്കാൻ പോകുന്നത്. സമ്മതിച്ചു മമ്മൂട്ടി. അനങ്ങാതെ നിൽക്കുന്നു കണ്ട് വിശ്വംഭരൻ ചോദിച്ചു, എന്താ ചാടാത്തത്? അല്ല, എനിക്ക് ഡൂപ്പില്ലേ? തനിക്ക് ഡൂപ്പൊന്നുമില്ല, താൻ തുടക്കക്കാരനല്ലേ, അതുകൊണ്ട് പറഞ്ഞ് ചാടിയാൽ മതി എന്ന് പറഞ്ഞു. മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടണം, ചാടിയാൽ കുഴപ്പം വരുമെന്ന് മനസ്സിലായി. വിശ്വംഭരൻ ചോദിച്ചു, സീൻ വേണോ അതോ അഭിനയിക്കാതെ തിരിച്ചു പോകണോ? ഇപ്പോഴേ അഹങ്കരിച്ചാൽ തന്നെയൊക്കെ എങ്ങനെയാണ് അഭിനയിക്കാൻ വിളിക്കുക? അല്ല സാർ, ഞാൻ ചാടാം, എന്ത് സംഭവിച്ചാലും
ആ നല്ല ഒരു റോളിന് വേണ്ടി എന്തും ചെയ്യാൻ മമ്മൂട്ടി ഒരുക്കമായിരുന്നു. മമ്മൂട്ടിയെ ചാടിച്ചു. മമ്മൂട്ടി വീണു. കാലിന് ഗുരുതരമായി പരുക്കേറ്റു. ഇന്നും മമ്മൂട്ടി നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കാലിന് ഇപ്പോഴും കുഴപ്പമുണ്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നതെങ്കിലും ആ സ്ഫോടനത്തിൻ്റെ ചാട്ടത്തിൻ്റെ ഓർമ്മയുടെ ഫലമാണ് ഈ കാലിൻ്റെ കുഴപ്പം. സ്ഫോടനത്തിലും മമ്മൂട്ടിക്ക് പേര് കിട്ടി. ജീവിതം പച്ച പിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിക്ക് പേര് കിട്ടി. അത് മേള എന്ന സിനിമയായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ ഭാഗ്യ സിനിമ.